കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും. ഇപ്പോൾ യജുർവേദം ഇങ്ങനെ ഒരു രണ്ടെണ്ണം കാണുന്നുണ്ട്. എന്നാൽ ഋഗ്വേദമൊന്നും അങ്ങനെയില്ല. ഋഗ്വേദവും സാമവേദവും എല്ലാം വളരെ വ്യക്തമായിട്ടാണുള്ളത്. പക്ഷേ കൃഷ്ണ ശുക്ലപക്ഷ യജുർവേദം രണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ചെറിയ പന്തികേട് അവിടെ വരുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി ഒരു വ്യക്തത വരാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ വേദങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിച്ചിട്ട് ഓരോ വേദത്തിലും എന്താണ് പറയുന്നത് എന്ന് നോക്കി അതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതിലെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം വേദങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഒരു പ്രളയം കഴിയുമ്പോൾ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിൻ്റെ അവസാനത്തിലാണ് പ്രളയം നടക്കുന്നത്. അങ്ങനെ പല മന്വന്തരങ്ങളുണ്ട്. മന്വന്തരങ്ങളെല്ലാം കഴിയുമ്പോൾ ഓരോ മന്വന്തരത്തിൽ നിന്നും മറ്റേലേക്ക് കടക്കുമ്പോൾ മനുഷ്യൻ്റെ ജ്ഞാനം കൂടിക്കൂടി വരും. അങ്ങനെ ഓരോ പ്രളയം കഴിയുമ്പോഴും മനുഷ്യർ രക്ഷപ്പെടുന്നുണ്ട്. രക്ഷപ്പെടുമ്പോൾ അവർ കൂടെ കൊണ്ടുപോകുന്നത് അത് ബോട്ട് കയറിയിട്ടോ ബഹിരാകാശത്ത് പോയിട്ടോ എല്ലാമാണ്. അത് വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഋഷികളെല്ലാം ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. അവിടെ താമസിക്കാൻ നല്ല പറ്റിയ സ്ഥലമാണ്. ഇപ്പം പ്രളയം നടക്കുമ്പോൾ പ്രളയത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് മനുഷ്യൻ അവരുടെ ജ്ഞാനവും കൊണ്ടാണ് പോകുന്നത്. ജ്ഞാനമാണ് വേദം. അങ്ങനെ മന്വന്തരങ്ങൾ കഴിയുമ്പോൾ അവസാനം ഉണ്ടായി വരുന്ന ഏറ്റവും പൂർണ്ണമായ ജ്ഞാനമാണ് വേദമായിട്ട് ഋഷികൾ എഴുതി വെച്ചിരിക്കുന്നത്. പ്രളയം കഴിഞ്ഞ് വരുമ്പോൾ എഴുതി വെക്കും. അങ്ങനെ അവസാനമുണ്ടായ ഏറ്റവും തികഞ്ഞ ഗ്രന്ഥമാണ് വേദങ്ങൾ. അതുകൊണ്ട് പിന്നെയുള്ള യുഗങ്ങളിൽ രക്ഷപ്പെടുമ്പോൾ ഈ വേദം എടുത്തു കൊണ്ടുപോയാൽ മതി, പുതിയ ഒന്ന് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആദ്യം എപ്പോഴാണോ വേദമുണ്ടായത്? വേദമുണ്ടായത് സൃഷ്ടിക്ക് മുൻപിലാണ്. കാരണം സൃഷ്ടി സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം സയൻസാണ് ഉണ്ടാകേണ്ടത്, വേദം. അപ്പോൾ ആദ്യമുള്ള പ്രപഞ്ചത്തിൽ ഉള്ള സർവജ്ഞാനവും അടങ്ങിയതിനാണ് വേദം, ജ്ഞാനം, അറിവ് എന്ന് പറയുന്നത്. അത് പിന്നെ മനുഷ്യർ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ പല ഘട്ടങ്ങളിലായി പല മന്വന്തരങ്ങളായിട്ട് കണ്ടെത്തിയിട്ട് എഴുതി സമാഹരിച്ച ഗ്രന്ഥമാണ് വേദങ്ങൾ. അത് പിന്നെ യുഗങ്ങളായിട്ട് അങ്ങനെ കൈമാറിക്കൊണ്ടേ പോകും. അതാണ് വേദങ്ങൾ. അപ്പം വേദങ്ങൾ ആദ്യം എഴുതുന്ന സമയത്ത് എല്ലാം കൂട്ടി എഴുതി പല വിഷയങ്ങൾ ഒന്നിച്ച് ഋഷികൾ വന്നു കഴിഞ്ഞാൽ, പ്രളയം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നതെല്ലാം ഒന്നിച്ചെഴുതി വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അവയെ ഒരു ചിട്ടപ്പെടുത്തിയതാണ് വേദവ്യാസം ചെയ്തത്. അതായത് നമ്മൾ കെമിസ്ട്രി, ഫിസിക്സ് എല്ലാം കുറേ പേപ്പറിൽ എഴുതി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും കെമിസ്ട്രി, ഫിസിക്സ് എന്ന് ഹിസ്റ്ററി എങ്ങനെയെല്ലാം മാറ്റി എഴുതുന്ന തരത്തിൽ മാറ്റി എഴുതുന്ന പ്രക്രിയയാണ് വേദവ്യാസൻ്റെ നേതൃത്വത്തിൽ ചെയ്തത്. അതുകൊണ്ട് വേദങ്ങൾ എഴുതിയൊന്നും വേദവ്യാസനല്ല, പല കാലഘട്ടത്തിൽ ഋഷികൾ എഴുതി വെച്ച് സമാഹരിച്ച ആ സമാഹാരത്തെ ഒരു ഗ്രൂപ്പ് ഋഷികൾ കൂടിയിട്ട് കൂട്ടമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതിനെ നാലായിട്ട് തരം തിരിച്ചത്. 4 വേദങ്ങളായി. ഏതുപോലെ കെമിസ്ട്രി, ഫിസിക്സ് എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ടാണ് വേദങ്ങളെ വ്യസിച്ചവൻ എന്ന് പറയുന്നത് വേദവ്യാസന്. വേദങ്ങളെ 4ആയിട്ട് തരം തിരിച്ചു. ഒറ്റക്ക് തരം തിരിക്കാൻ പറ്റില്ല. അതിൻ്റെ നേതൃത്വം മാത്രമാണ് വേദവ്യാസനെ ചെയ്തത്. കുറേ ഋഷി കുലങ്ങളാണ്. അങ്ങനെ ആദ്യം അദ്ദേഹം എഴുതിയത് ഋഗ്വേദമാണ്. അപ്പോൾ അവർ തരംതിരിക്കുന്നതിന് അവരൊരു മാനദണ്ഡം നിശ്ചയിച്ചിരുന്നു. ആ മാനദണ്ഡം നമ്മൾ ഇന്ന് തരംതിരിക്കുന്ന എങ്ങനെയാണ്? കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ബോട്ടണി ഇങ്ങനെയെല്ലാം തരംതിരിച്ചെങ്കിൽ പ്രപഞ്ച രഹസ്യം മുഴുവൻ തരംതിരിക്കണ്ടെങ്കിൽ അവർ 3-4 ഗ്രന്ഥങ്ങളിലായിട്ട്
തരംതിരിക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ 4 ഗ്രന്ഥങ്ങളിലുള്ളതിൽ ഒന്ന് ഇന്നത്തെ പോലെ തന്നെ സയൻസും ടെക്നോളജിയും. സയൻസ് എന്ന് പറയുന്നത് തിയറിയും ടെക്നോളജി എന്ന് പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ. BSc MSc എല്ലാം സയൻസാണ്. സയൻസിന് മുൻതൂക്കം കൊണ്ടുപഠിക്കുകയാണ്, പ്രാക്ടിക്കലിനല്ല. പ്രാക്ടിക്കലും ഉണ്ട്, പക്ഷേ മുൻതൂക്കം സയൻസിനാണ്. ടെക്നോളജി മെഡിസിൻ എൻജിനീയറിംഗ് പോലെയുള്ള ഇതാണ് ടെക്നോളജി. അതുപോലെ ഋഗ്വേദം യജുർവേദം സാമവേദം സയൻസിന് അതിൻ്റെ സയൻസ് ശാസ്ത്രവശത്തിന് മുൻതൂക്കം കൊടുത്തപ്പോൾ അഥർവവേദം ടെക്നോളജിക്ക് മുൻതൂക്കം കൊടുത്തിട്ടാണ് അങ്ങനെ 4ആയി തിരിച്ചത്. അപ്പോൾ ഇതിൽ ഏറ്റവും വിലയുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഗ്വേദം യജുർവേദം സാമവേദം തന്നെയാണ്. അഥർവവേദം അതിൻ്റെ ആപ്ലിക്കേഷനാണ്. പക്ഷേ ഈ ജനത്തിന് ഏറ്റവും അധികം ആവശ്യമുള്ളത് ആപ്ലിക്കേഷനാണ്. നമ്മളിപ്പോൾ ഒരു BSc MSc കാരൻ്റെ അടുത്തൊന്നും ആരും ചെല്ലാൻ പോകുന്നില്ല, വല്ല ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടേ വിടുള്ളൂ. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എൻജിനീയർ എടുത്തും ഡോക്ടർ എടുത്തും എല്ലാമാണ്. കാരണം അവന് ഉപയോഗമുള്ള സാധനം ടെക്നോളജിയാണ്. അപ്പോൾ അഥർവവേദമാണ് എല്ലായിടത്തും പ്രസിദ്ധമായത്. കാരണം ആയുർവേദത്തിലൂടെയും യോഗയിലൂടെയും ജ്യോതിഷത്തിലൂടെയും എല്ലാം അഥർവവേദം ഫേമസായി. പക്ഷേ അതിൻ്റെ അകത്തുള്ള റോക്കറ്റ് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ അത്തരം വിഷയങ്ങളിലേക്കൊന്നും മനുഷ്യൻ്റെ ചിന്ത പോയില്ല. കാരണം അതൊന്നും അന്ന് പ്രായോഗികമല്ല. അപ്പോൾ പ്രായോഗികമായ ആയുർവേദമേ എടുത്തിട്ടുള്ളൂ. അതിൽ ഓപ്പറേഷനെ പറ്റിയുള്ള എല്ലാം ഉണ്ടെങ്കിലും അതൊന്നും പ്രായോഗികമല്ലാതുകൊണ്ട് എടുത്തു കളഞ്ഞു. ഇതിൻ്റെ പിന്നെ അവസാന ഇല വീഞ്ഞ് കഴിയുന്ന അവസ്ഥയിലേക്ക് ആയുർവേദം എത്തിച്ചേർന്നു. എന്നാൽ അതിലില്ലാത്തതായിട്ടൊന്നുമില്ല. കാരണം പ്രളയ സമയത്ത് എല്ലാം തികഞ്ഞ ജ്ഞാനമുള്ളവൻ എഴുതിയതാണ്. അപ്പോൾ അതിലെന്തുണ്ട്, ഓപ്പറേഷനെ പറ്റി അതിനുള്ള നൂതന ഉപകരണങ്ങളെപ്പറ്റി എല്ലാം ഉള്ള പരാമർശമുണ്ട്. എല്ലാം അടങ്ങിയതാണ്. പക്ഷേ കാലത്തിന് ആവശ്യമില്ലാതെ കൊണ്ട് ആ കാലഘട്ടത്തിൽ പച്ചില കൊണ്ടുള്ള ആയുർവേദവുമായി മാറി. യോഗക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ, ഏത് കാലവും എടുക്കാം. യോഗ വന്നിട്ടുണ്ട്, ജ്യോതിഷം അതേപോലെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ടെക്നോളജി ആയിട്ട് വന്നു. ഋഗ്വേദം യജുർവേദം സാമവേദം അത് സയൻസ് ആയതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അതിനെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഋഷികൾക്കറിയാം, എഴുതി വെച്ചവരെല്ലാം ജ്ഞാനം തികഞ്ഞ് ബഹിരാകാശത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്നവരെഴുതിയതാണ്. കുറച്ചു കാലത്തോളം അവർ അത് ജ്ഞാനം സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അത് പുസ്തകം വെറും ഉരുവിടുന്ന അവസ്ഥയിലേക്ക് മാറി. പിന്നെ അതിന് അർത്ഥമൊന്നുമില്ലാതായി. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ അതേസമയം ആയുർവേദവും യോഗക്കും പിന്നെ ജ്യോതിഷം ഈ വരികൾക്കെല്ലാം അർത്ഥമുണ്ട് എന്നും അവർ പറയുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന വരികൾക്കെല്ലാം അർത്ഥമുണ്ട്. മനസ്സിലാകാത്ത വിഷയങ്ങൾ അതെന്തല്ലായിരിക്കും, എൻജിനീയറിങ്ങും മറ്റേതല്ലായിരിക്കും, അതിനൊന്നും അർത്ഥമില്ല എന്ന ഒരവസ്ഥയിലേക്ക്, വെറുതെ ഉരുവിടാൻ എന്ന അവസ്ഥയിലേക്ക് മാറി. ഇപ്പം വേദവ്യാസൻ ഓരോ ഗ്രൂപ്പ് ആൾക്കാരെ കൂട്ടിക്കൊണ്ട്, അതാണ് സപ്തർഷികൾ, 7 ഋഷി കുടുംബങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. കാരണം 7 വിഷയങ്ങളാണ് അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. 7 വിഷയങ്ങളായിട്ട് അവർ അതിനെ തിരിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഫിസിക്സ് കെമിസ്ട്രി എന്നെല്ലാം തിരിക്കുന്നത് പോലെ ഒരു 7ലാണ് അവർ ഒതുക്കിയിരുന്നത്. ആ 7 ഋഷി കുടുംബങ്ങൾ 7 വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയവരായിരുന്നു. അവരാണ് ഋഗ്വേദത്തിൻ്റെ 2 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ എഴുതിയിരിക്കുന്നത്. 9ാമത്തത് അതിൽ കെമിസ്ട്രിയുടെ സാമവേദത്തിൻ്റെ കാര്യം ചേർത്തു. 10ാമത്തത് ഭാവിയിൽ വരുന്ന ആൾക്കാർ അവരുടെ തന്നെ ഭാവിയിൽ ഇത് എഴുതി തീർത്തതിൻ്റെ ശേഷം എന്തെങ്കിലും എല്ലാം കുറച്ച് വ്യാഖ്യാനങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ചാപ്റ്ററായിട്ട് 10 മാറി. 1ാമത്തേത് ഋഷികൾ ഇതിനെയെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് ഒരു ഇൻട്രഡക്ഷൻ മാതിരി വെച്ചതാണ് 1ാമത്തെ അധ്യായം. അങ്ങനെ ആദ്യം എഴുതിയത് ഋഗ്വേദമാണ്. അപ്പോൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു എന്ന് പറഞ്ഞു. ഒന്ന് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി, അഥർവവേദം പറഞ്ഞു. പിന്നെയുള്ള 3നെ സയൻസായിട്ട് തിരിക്കുമ്പോൾ കെമിസ്ട്രി ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും പുസ്തകമൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ അവർ തീരുമാനിച്ച ഒരു ഘടകം
3 ലോകങ്ങളാണുള്ളത്. അത് 3 ലോകങ്ങളുടെ നിലയിൽ തരംതിരിക്കാമെന്ന്. ഏതാണ് 3 ലോകം? ഒന്ന് സ്വർഗമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങൾ. അപ്പോൾ 14 ലോകങ്ങളിലെയും കാര്യങ്ങൾ മുഴുവൻ എഴുതി വെച്ച ഗ്രന്ഥമാണ് ഋഗ്വേദം. അപ്പോൾ അതിലില്ലാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അതാണ് ഋഗ്വേദം. അപ്പോൾ അത് കുറേ ടഫാണ്. പക്ഷേ അതിലെഴുതിയിരിക്കുന്ന ചുരുക്കി എഴുതാൻ പറ്റും. പ്രപഞ്ചമുള്ള മുഴുവൻ സംഗതികളും ഋഗ്വേദത്തിൽ എഴുതിയത് കൊണ്ട് അത് വളരെ സൂക്ഷ്മമാണ്. അതുകൊണ്ട് അതിൻ്റെ ഛന്ദസ്സാണ് ജഗതി ഛന്ദസ്. അപ്പം ജഗതി ഛന്ദസ് എന്ന് പറയുമ്പോൾ ജഗത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രപഞ്ചം ഈ ലോകങ്ങളെ പറ്റിയിട്ടുള്ള വിഷയങ്ങളായിരിക്കും അതിനെപ്പറ്റി പറയുക. അതിനാണ് അതിൻ്റെ ബേസിലുള്ള വ്യാഖ്യാനമായിരിക്കും. അതെഴുതിയതിൻ്റെ ശേഷം അത് ഋഗ്വേദം എഴുതിയിട്ട് വേദവ്യാസം, ആ ഋഗ്വേദം എഴുതിയല്ല, അതായിട്ട് വേർതിരിച്ചതിൻ്റെ ശേഷം ഋഗ്വേദമായിട്ട് വേർതിരിച്ച ആ ഗ്രന്ഥം അദ്ദേഹം പൈലന് കൊടുത്തു. പൈലൻ മാർക്കണ്ഡേയന് കൊടുത്തു. മാർക്കണ്ഡേയൻ അത് ശാകല്യനും യാജ്ഞവൽക്യനും മറ്റുമായിട്ട് കൊടുത്തു. ആ തലമുറയിലൂടെയാണ് പിന്നെ അത് ശാഖയായി ഇങ്ങനെ താഴോട്ടേക്ക് പോയത്. അപ്പം അതാണ് ഏറ്റവും പണ്ഡിതന്മാർ. അപ്പം വേദവ്യാസൻ പൈലന് കൊടുത്തു. പൈലൻ വളരെ പണ്ഡിതനാണ്. പണ്ഡിതനായ അദ്ദേഹം മാർക്കണ്ഡേയന് കൊടുത്തു. മാർക്കണ്ഡേയന് ശാകല്യനും യാജ്ഞവൽക്യനും കൊടുത്തു. അതിലും വേദം തന്നെ പറയുന്നു യാജ്ഞവൽക്യനാണ് അതിന് പൂർണ്ണമായ ജ്ഞാനം നേടിയ വ്യക്തി. 3-ാം തലമുറയിൽ വേണമെങ്കിലും 3-ാം തലമുറ എന്ന് പറയാം. 3-ാം തലമുറയിലേക്ക് എത്തുമ്പോൾ യാജ്ഞവൽക്യനാണ് ഏറ്റവും ബുദ്ധിമാൻ. അവനാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലായത്. ശാകല്യനും പണ്ഡിതൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹവും ഒരു പരീക്ഷയിൽ തോറ്റുപോയി. അദ്ദേഹം ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. കാരണം രാജാവ് ഒരു 3 തലമുറയായപ്പോൾ ആ കാലത്തെ രാജാവിന് തോന്നി ഈ വേദങ്ങളുടെ അർത്ഥമെല്ലാം നഷ്ടപ്പെട്ടു പോയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു യാഗം വിളിച്ചു ചേർക്കുന്നു. എന്നിട്ട് ഇവരെ ക്ഷണിക്കുന്നു. യാജ്ഞവൽക്യനെയും ശാകല്യനെയും ക്ഷണിക്കുന്നു. അവിടെ വെച്ച് ആക്കി എന്തും വേദത്തിൻ്റെ അർത്ഥമാണ്, അല്ലാതെ ഉരുവിടാൻ പഠിപ്പിക്കാനല്ല. ഈ ശാകല്യനും എത്രയോ സൂക്തങ്ങളെല്ലാം എഴുതിയ എത്രയോ 5 സംഹിതകൾ എഴുതിയ വ്യക്തിയാണ് ഈ ശാകല്യം. പക്ഷേ അദ്ദേഹത്തിനും ആ മത്സരത്തിൽ തോറ്റുപോയി. എന്നിട്ട് അദ്ദേഹം അപമാനഭാരത്താൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ യാജ്ഞവൽക്യൻ മാത്രമാണ് എല്ലാവർക്കുമുള്ള ഉത്തരം പറഞ്ഞുകൊണ്ട് പോയത്. അങ്ങനെ ഋഗ്വേദം കഴിഞ്ഞു. പിന്നെ അവർ ഒരു ഗ്രൂപ്പ് രണ്ടാമതായിട്ട് എഴുതിയത് സ്വർഗം, പിന്നെ ഭൂമി. അപ്പം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിലെ കാര്യങ്ങൾ നമ്മളുമായിട്ട് മനുഷ്യരെന്ന് പറയുമ്പോൾ നമ്മൾ സൂര്യൻ, ഈ ചുറ്റുമുള്ള നക്ഷത്രങ്ങൾ, അടുത്തടുത്തുള്ള കാര്യങ്ങൾ മാത്രം ഇന്നത്തെ ആധുനിക സയൻസ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ. ആ വിഷയങ്ങളാണ് യജുർവേദത്തിൽ കൂടുതലായിട്ടുള്ളത്. അപ്പം വേദങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു? അതിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ ഒരു പ്രത്യേക ശാഖയായിട്ട്, ഭൂമിയായിട്ട് ബന്ധപ്പെട്ട ശാഖയായിട്ട് എഴുതിയതാണ് ഈ യജുർവേദം. നമ്മളെ ഭൂമിയിലുള്ള കാര്യങ്ങളും അപ്പം നമ്മുടെ എല്ലാ സയൻസ്, റോക്കറ്റ് ഉണ്ടാക്കേണ്ട വിഷയം പോലും എങ്ങനെ അത് വിസ്തരിച്ചെഴുതുകയാണ്. ഋഗ്വേദത്തിൽ ഒരു വരിയിൽ നിൽക്കുകയാണെങ്കിൽ അതിലെ വിസ്തരിച്ചെഴുതിയതാണ് ഈ യജുർവേദം, എഴുതി വെച്ചതാണ് ഈ യജുർവേദം. അപ്പോൾ അതിലെന്തുണ്ടാ? റോക്കറ്റ് നിർമ്മിക്കേണ്ട കാര്യങ്ങളടക്കം അതിൻ്റെ അകത്ത് ഉണ്ട്. അതാണ് യജുർവേദം.
പിന്നെയുള്ളത് യജുർവേദത്തെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത് കൊണ്ട് നമുക്കത് അടുത്തയിലേക്ക് പറയാം. പിന്നെയുള്ളത് സാമവേദമാണ്. സാമവേദം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ലോകം, ഭൂമിക്കടിയിലുള്ള ലോകം. ഭൂമിക്കടിയിൽ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയാണ്, ആറ്റങ്ങളാണ്, ഇലക്ട്രോണാണ്. ഭൂമിയിലെ മണ്ണെല്ലാം എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആറ്റങ്ങളെയും തന്മാത്രകളെയെല്ലാം കിട്ടുക. അതാണ് സാമവേദം. സാമവേദവും കുറച്ച് കട്ടിയാണ്. കെമിസ്ട്രി പഠിക്കുക, അതുകൊണ്ടാണ് ചൊല്ലിക്കൊണ്ടു പോകുന്ന രൂപത്തിൽ. കെമിസ്ട്രി എല്ലാവരും ഒരു ബയോട്ടാക്കുന്ന ആൾക്കാരാണ് പൊതുവെ. അതങ്ങനെ ചൊല്ലി നടക്കാനേ പറ്റുള്ളൂ. 2H2 + O2 = 2H2 എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇക്വേഷൻ ബൈഹാട്ടാക്കി നടക്കുന്നവരാണ് കെമിസ്ട്രി. ഏറ്റവും തൊളഞ്ഞ പരിപാടിയാണ്. പക്ഷെ അതാണ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം. ആ സാമവേദം കൊടുത്തിരിക്കുന്നത്, വേദവ്യാസം കൊടുത്തത് ജെമിനിക്കാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും അത് പൂർണ്ണമായിട്ടൊന്നും സംശയം തീർന്നിട്ടില്ല. അപ്പോൾ അവരെല്ലാം ചെല്ലുന്ന ആരാണ്? ഋഗ്വേദത്തിൻ്റെ ആളുടെ അടുത്തേക്കാണ്. കാരണം അതാണ് പണ്ഡിതന്മാർ. അപ്പം മാർക്കണ്ഡേയൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് സംശയമെല്ലാം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും എനിക്ക് സമയമൊന്നുമില്ല പറഞ്ഞു തരാൻ എന്ന് പറഞ്ഞ്, പിന്നെ അവിടെ കുറേ പക്ഷികളുണ്ട്, അവിടെ പോയാൽ പാടിത്തരുന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ പോയിട്ട് പക്ഷികൾ പാടുന്ന രൂപത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. പക്ഷികൾ പാടുന്ന പോലെ, കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ പക്ഷികൾ പാടുന്ന പോലെയാണ്. അവസാനം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന പക്ഷികളെ പോലെ മനുഷ്യർ ഉരുവിടും. എപ്പോഴാണ് അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുന്നത്? അതൊരു കഥയിലൂടെ പറഞ്ഞു വെച്ചു. മഹാഭാരത യുദ്ധത്തിൽ 3ാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ ദ്രോണാചാര്യരുടെ ഭാര്യയായ ഒരു പക്ഷി, ദ്രോണാചാര്യരുടെ ഭാര്യയെ ഒരു പക്ഷിയായിട്ട്, താക്ഷി എന്നൊരു പക്ഷിയായിട്ട്, അതൊരു വേറെ കഥയുണ്ട്. അതെല്ലാം മുമ്പ് പറഞ്ഞതായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല, വേറൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പക്ഷികൾ ജെമിനി മറ്റേ മാർക്കണ്ഡേയൻ പറഞ്ഞ അവിടെ പോയി ഈ പക്ഷികളോട് കേട്ടാൽ മതി എന്നല്ല. അപ്പോൾ ആ പക്ഷിയുടെ കഥയാണ്, ആ പക്ഷി പറയുന്ന കഥയാണിത്. 3ാം ലോകമഹായുദ്ധത്തിൽ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത്, 3ാം ലോകമഹായുദ്ധം എന്ന് ഞാൻ പറയുകയാണ്, മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞാൽ 3ാം ലോകമഹായുദ്ധം തന്നെയാണെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണും. ആ ദ്രോണാചാര്യരുടെ ഭാര്യ ഒരു പക്ഷിയാണ്, താർഷിയാണ്. അവളെ ഗർഭത്തിൽ 4 മുട്ടകളുണ്ട്. അപ്പം ആ യുദ്ധക്കളത്തിൽ വെച്ച് ഈ ഒരു അമ്പിനാൽ വയറ് കീറും എന്ന് 4 പക്ഷികൾ വരും. ആ 4 മുട്ടകൾ വരും. ആ 4 മുട്ടകൾ വിരിഞ്ഞിട്ട് 4 പക്ഷികളാകും. അപ്പോഴാണ് ശാപമോക്ഷം കിട്ടുന്നത്. അപ്പോൾ മുതൽ ആ പക്ഷികൾക്ക് സംസാരിക്കാൻ തുടങ്ങും. അതായത് വേദങ്ങൾ ആ 4 പക്ഷികളാണ് 4 വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ അതെപ്പോഴാണ്? 3ാം ലോകമഹായുദ്ധം. അപ്പം എല്ലാം ഒത്തുവരുന്നുണ്ട്. നമ്മൾ 3ാം ലോകമഹായുദ്ധം മഹാഭാരത യുദ്ധമാണെന്ന് മുമ്പേ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. വേദം പറയുന്നത് എന്താണ്? വേദങ്ങളുടെ അർത്ഥങ്ങൾ അതുവരെ പക്ഷി പോലെ പാടി നടക്കുകയാണ് ചെയ്യുക. ആ മഹാഭാരത യുദ്ധത്തിൻ്റെ കളത്തിൽ, ഇപ്പം 3ാം ലോകമഹായുദ്ധം നടക്കുകയാണ്, ആ യുദ്ധക്കളത്തിൽ വെച്ചാണ്, ആ കാലഘട്ടത്തിലാണ് ഈ പക്ഷി, ദ്രോണാചാര്യരുടെ പത്നിയുടെ വയറ് വളർന്നിട്ട് വരുന്ന 4 മുട്ടകൾ, 4 വേദങ്ങൾ വിരിഞ്ഞിട്ട് പക്ഷിയായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്ന കഴിവ് കിട്ടുക. അപ്പോഴാണ് ഇതിൻ്റെ വേദങ്ങളുടെ അർത്ഥം മുഴുവൻ പുറത്തേക്ക് വരാൻ പോകുന്നത്. ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണല്ലോ. ഏതായാലും 3-4 ഇപ്പോൾ ഇത് അർത്ഥം പുറത്തേക്ക് വരുന്ന സമയത്തായിരിക്കും, അത് എതിര് വെച്ചായിരിക്കും, മഹാഭാരതത്തെ ക്ഷേത്രത്തിൽ വെച്ച്, അതായത് 3ാം ലോകമഹായുദ്ധം നടക്കുന്ന ക്ഷേത്രത്തിൽ വെച്ച്, അവിടെ വെച്ചിട്ടാണ് ഈ വേദങ്ങളുടെ അർത്ഥം പുറത്തേക്ക് വരുവാന്ന് അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സാമവേദത്തുമെല്ലാം അർത്ഥം വെളിയിലേക്ക്
വരിക, അപ്പോഴേ വരികയുള്ളൂ. അതുവരെ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും. അപ്പം നമ്മൾ ഏത് കണ്ടു? ഋഗ്വേദം കണ്ടു, യജുർവേദം പറയാമെന്ന് പറഞ്ഞു, സാമവേദം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വേദത്തിലുള്ളത് എല്ലാം ചുരുക്കി പറഞ്ഞതാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉദാഹരണമായിട്ട് വേദത്തിൽ എങ്ങനെയാണ് പറയാന്ന് വെച്ചാൽ, ഇന്ദ്രൻ്റെ സുഹൃത്താണ് മരുത്തുക്കൾ. എന്താണ് ഈ മരുത്ത്? എന്താണ് ഇങ്ങനെയായി സൗഹൃദം ഉണ്ടായ? ഈ കഥയൊന്നും നമുക്കറിയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട സയൻസുകളുണ്ട്. ആ സയൻസാണ് നമ്മൾ ഭാഗവതത്തിൽ വലിയ കഥയായിട്ടെല്ലാം മുമ്പ് കണ്ടു കഴിഞ്ഞു. മരുത്തുക്കൾ ഉണ്ടായത്, ദിതിയുടെ ഗർഭത്തിൻ്റെ എല്ലാം കാര്യം നമ്മൾ കണ്ടില്ലേ. അപ്പം അങ്ങനെ വലിയ കഥ രൂപത്തിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം വേദത്തിലുള്ള ഈ 3 വേദങ്ങളിലുമുള്ള സയൻസുകൾ, അതിലെ ഓരോ കഥാപാത്രത്തിലിട്ട് അഗ്നിയെ എടുത്തു പറയും, ജലത്തെ എടുത്തു പറയും. ഇതെല്ലാം ദേവതകളാണ്, ഇതൊന്നും ഈശ്വരനല്ല. ബ്രഹ്മാവിനെ പറ്റി, വിഷ്ണുവിനെ പറ്റി, മഹേശ്വരനെ പറ്റി, രുദ്രനെ പറ്റി, ഇതെല്ലാം ഉള്ള കഥകളുടെ രൂപത്തിൽ ഇതെല്ലാം ദേവതകളാണ്, ഈശ്വരനല്ല. അതിനെല്ലാം ഓരോ കഥകളായിട്ട് വിസ്തരിച്ചിട്ട് 17 പുരാണങ്ങളിലൂടെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് നമ്മൾ ഓരോന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 17 പുരാണങ്ങളിലൂടെ. അപ്പം വേദത്തിൽ ചുരുക്കി പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കേണ്ടെങ്കിൽ ഈ പുരാണം പഠിച്ചാലേ വേദത്തിലെ എന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പം വേദത്തിലാണ് കഥ രൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ കഥയിലൂടെ വേണം നമ്മൾ വേദത്തിലേക്ക് കയറാൻ. അപ്പം അങ്ങനെ അതിൻ്റെ എക്സ്പ്ലനേഷൻ, വിസ്തരിച്ച എക്സ്പ്ലനേഷൻ ഇവിടെ ചുരുക്കി പറഞ്ഞത് കൊണ്ട് വിസ്തരിച്ചിട്ട് 17 പുരാണങ്ങളിലൂടെ എഴുതി വെച്ചു. 18 ഉണ്ട്, അവസാനം ഭാഗവതം, അതിൻ്റെ പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുണ്ട്, ഈ ആത്മാവ് എന്ന് പറയുന്നത്, നമ്മൾ വേദം മുഴുവൻ ആത്മാവാണ്, നമ്മുടെ വേദങ്ങൾ ആത്മീയതമാണ് എന്നെല്ലാം പറയുന്നതല്ല. അതിലുള്ള ആത്മാവ് എന്നതിനെ പറ്റി വേദത്തിൽ അധികമൊന്നുമില്ല. വേദത്തിൽ മുഴുവൻ സയൻസാണ്. അവിടെ ആത്മീയത ആത്മാവ് കാണാമെന്നാണ് ആത്മാവിനെ പറ്റിയല്ലേ. നമ്മളിന്ന് പറയുന്ന തരത്തിലാണെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് ആത്മാവ്, പരമാത്മാവ് അല്ലെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യമാണ്. അത് അവിടെ ഉണ്ട്. വേദം തപ്പി നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ബ്രഹ്മം എന്ന് പറഞ്ഞത് വളരെ കുറച്ചാണ്. പരമാത്മാവെന്ന് എവിടെയല്ലോ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ അതിനെ വിടുന്നത് ശരിയല്ലല്ലോ, കാരണം അതിനെയാണ് പ്രധാനം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ പ്രാധാന്യമില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലെല്ലാം കളിക്കുന്ന ശക്തി ആ ബ്രഹ്മമാണ്, നിർഗുണമായ ബ്രഹ്മമാണ്. ഇതെല്ലാം അവിടെ നിന്ന് വന്നതാണ്. അപ്പം അതിനെ പറയാതിരിക്കുന്നത് ശരിയല്ല. വേദത്തിൽ അവിടെ പറഞ്ഞെങ്കിലും വേദം ഒരു സയൻസ് ബുക്കായത് കൊണ്ടാണ് അവിടെ പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞതിനെ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എവിടെ പറഞ്ഞു, 108 ഉപനിഷത്തുക്കളിലൂടെ വിവരിച്ച് പറഞ്ഞു ആത്മാവിനെ പറ്റിയുള്ളത്. അതാണ് ഈശ്വരൻ, നിർഗുണമായ ബ്രഹ്മം, ഒറ്റൊരു ഈശ്വരനേ ഉള്ളൂ അത്. അപ്പം വേദവ്യാസന് തോന്നി പുരാണ കഥകളിൽ മുഴുവൻ ഇന്ദ്രനെയെല്ലാം കഥാപാത്രമാക്കി. ഇന്ദ്രൻ എന്ന് പറയുന്ന ദേവനാവ്, വായുദേവനാവ്, അഗ്നിദേവനാവ്, ഇതെല്ലാം ഗംഗദേവിയാവും, ഇതെല്ലാം പുരാണ കഥകളിൽ ദേവിയാവും. അതെല്ലാം പക്ഷേ സയൻസിലുള്ള ആവിഷ്കാരമാണ്. അവിടെയൊന്നും ആത്മീയതയൊന്നും അധികം പറഞ്ഞിട്ടില്ല 17 പുരാണങ്ങളിൽ. പക്ഷെ ഇത്രയും വലിയ ആത്മാവിനെ വിടുന്നത്, അല്ലെങ്കിൽ ആ ബ്രഹ്മത്തെ വിടുന്നത്, പരമാത്മാവിനെ വിടുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടും 17 ഉപനിഷത്ത് പുരാണങ്ങളിൽ വെച്ചിട്ടാണ് പല കഥകൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനെല്ലാം ഒന്ന് ഏകോപിപ്പിക്കണം എന്ന് തോന്നിയത് കൊണ്ടുമാണ് ഈ ആത്മാവിനെയും ഈ 17 പുരാണങ്ങളിലുള്ള കഥകളെല്ലാം ചേർത്ത് ബ്രഹ്മം തൊട്ട് ലോകാവസാനം വരെയുള്ള ക്രമത്തിൽ, ബ്രഹ്മം തൊട്ട് കൂട്ടൽ എന്ന നിലയിൽ എഴുതി വെച്ച ഗ്രന്ഥമാണ് ഭാഗവതം. അപ്പം അതിൽ ഈ പരമാത്മാവിനെ എടുത്തു പറഞ്ഞിരിക്കുന്നു, മറ്റുള്ള കഥകളെയെല്ലാം എടുത്തു പറഞ്ഞിരിക്കുന്നു, 17 പുരാണങ്ങളിലെ കഥകളെയും എടുത്തു പറഞ്ഞിരിക്കുന്നു. ഒരു ക്രമത്തിൽ, സൃഷ്ടി മുതലുള്ള ക്രമത്തിൽ എഴുതുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് എല്ലാ ഗ്രന്ഥങ്ങളും. ഇനി ഇതിനെപ്പറ്റിയേ പറയുള്ളൂ. നമ്മുടെ യജുർവേദത്തിൻ്റെ കാര്യം. യജുർവേദത്തിലാകട്ടെ, യജുർവേദം വേദവ്യാസൻ കൊടുത്തത്
അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ വൈശംപായനനാണ് യജുർവേദം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശിഷ്യനായ വൈശംപായനനെ ഏൽപ്പിച്ചു. വൈശംപായന അതിപ്പോൾ പലവരെയും പിടിച്ചു പഠിപ്പിച്ചു. ആ ശിഷ്യന്മാരുടെ പേരൊന്നും എടുത്തു പറയുന്നൊന്നുമില്ല, കാരണം അന്നും വലിയ പ്രശസ്തിയില്ല. ഒരു എടുത്തു പറയാൻ പറ്റിയ ശിഷ്യന്മാരൊന്നും ഇല്ല. അതുകൊണ്ട് കുറേ അനേക ശിഷ്യർക്കങ്ങ് അടിച്ചു വിട്ടു കൊടുത്തു, പഠിപ്പിച്ചു. കാരണം ഗുരു തന്നെ അത്ര സുഖമുള്ള, ഗുരുവിന് പോലും ശരിയായിട്ട് മനസ്സിലായില്ല, പിന്നെ ശിഷ്യന്മാരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ വൈശംപായനൻ പല ശിഷ്യന്മാർക്ക് കൊടുത്ത ആ കാലഘട്ടത്തിലാണ് നമ്മളെ രാജാബുദ്ധി എന്നത് ഇതിൻ്റെ അർത്ഥം ശരിക്കും നഷ്ടപ്പെടാതെ പോകുന്നുണ്ടല്ലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു യാഗം വിളിച്ചു. ഇദ്ദേഹത്തെയും വിളിച്ചു. ഇന്ന് യജുർവേദത്തിൻ്റെ ക്ലാസ്സാണ്. നാട്ടിലുള്ള കുറേ ആൾക്കാർക്കെല്ലാം സംശയമെല്ലാം ഉണ്ടാവും. ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം? വൈശംപായനാണ്. വൈശംപായനെ വിളിച്ചു. എല്ലാവരുടെയും ഒരു മത്സരമായിട്ട് നടക്കും. കണ്ടമാനം സ്വത്തെല്ലാം കൊടുക്കും. വിജയിക്കുന്ന ആൾക്ക് സമ്മാനം. വൈശംപായനം പറഞ്ഞൊന്നുമില്ല. വൈശംപായനം മുങ്ങി. അദ്ദേഹത്തിന് പോയാൽ ശരിയാവില്ല, അദ്ദേഹത്തിന് പോലും പിടിയിട്ടില്ല. അതുകൊണ്ടല്ലേ ശിഷ്യന്മാരും അത് തലതിരിഞ്ഞു പോയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞില്ല, ശിഷ്യന്മാരോട്. അപ്പം പോവാതിരിക്കുന്ന വേണമെങ്കിൽ എന്തൊക്കെ കാര്യം പറയാമല്ലോ. വയറ്റിൽ വലിയ അസുഖം നല്ല മണമെങ്കിലും പറയാം. ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും രാജാവേ എനിക്ക് ഭയങ്കരമാണ്, ആകെ കാല് തളർന്നു കിടക്കുകയാണെന്നെല്ലാം പറഞ്ഞ് രക്ഷപ്പെടുമായിരിക്കും. അല്ലാതെ എനിക്കറിയില്ല എന്ന് പറയില്ല. അപ്പം വൈശംപായനൻ്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചു. ശിഷ്യന്മാരെയെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ശിഷ്യന്മാരെ നിങ്ങൾ ആരെങ്കിലും പോകണം, എനിക്ക് പകരം, എനിക്ക് പറ്റാതെയാണ്, അതുകൊണ്ട് നിങ്ങൾ പോകണം. ശിഷ്യന്മാർ ഇങ്ങേര് പഠിപ്പിച്ച ശിഷ്യന്മാരാണ്. ശിഷ്യന്മാർ പറഞ്ഞ് നമുക്കും പോകാൻ പറ്റില്ല, ആ ഭാഗത്തേക്കേ പോകാൻ പറ്റില്ല. ഇങ്ങേര് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവന്മാർ മുങ്ങിയപ്പോൾ പിന്നെ ഒരു കക്ഷി ആടിയിരിക്കുന്നുണ്ട്. ഏത്? യാജ്ഞവൽക്യൻ ഋഗ്വേദവും പഠിച്ചിട്ട് ഇങ്ങനെ ഗ്രൂപ്പിലും വന്നിട്ട് പറഞ്ഞ് എന്നെയോ ഒന്ന് ശിഷ്യനായി ചേർക്കണം. കാരണം ഇത് വിസ്തരിച്ച് പഠിപ്പിക്കുന്നതാണല്ലോ, ഏത് ഭൂമിയിലുള്ള കാര്യങ്ങൾ, ആധുനിക സയൻസ് അല്ല. അദ്ദേഹം അവിടെ പോയിരുന്നു. അപ്പോൾ അങ്ങേർക്ക് അടിസ്ഥാനപരമായ ഋഗ്വേദം പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇത് പഠിക്കുന്ന അയാൾക്ക് നിസ്സാര കാര്യമാണ്. അയാൾ ഗുരുവോട് പറഞ്ഞു, ഗുരുവേ ഞാൻ പോയിക്കോളാം, മാനം രക്ഷിക്കണം. എന്താ പറയുക, നീ എങ്ങനെ പോയിട്ട് മാനം രക്ഷിക്കണ്ട, കാരണം നീ ഋഗ്വേദക്കാരനാണ്. അത് എനിക്ക് നാറ്റ പരിപാടിയാണ്. അതുകൊണ്ട് ആരും പോയിട്ടിലേക്ക് പറ്റില്ല, നീ പോകണ്ട. അതോടുകൂടി അങ്ങേര് അവിടെ വെച്ച് പഠിച്ചത് ഛർദിച്ചു കൊടുത്തു. എന്നാൽ പിന്നെ നിങ്ങൾ പഠിപ്പിച്ചൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഛർദിച്ചു കൊടുത്തു. അപ്പം ഇങ്ങനെ പഠിച്ച എൻ്റെ ഗുണം എത്ര ഉണ്ടാവുമെന്ന് അറിയാലോ, ചിന്തിച്ചാൽ മതി. ഇങ്ങനെ പഠിപ്പിച്ച എന്തായിരിക്കും? ഇങ്ങേർക്ക് ഒരു യുക്കും അറിയില്ല. പിന്നെ ഇങ്ങനെ പഠിപ്പിച്ച ഗ്രന്ഥപാട് ഇയാൾ ഛർദിച്ചു. എന്തെല്ലോ പഠിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരം ഒരു ജ്ഞാനം ഇല്ലായിരിക്കല്ലോ, പക്ഷെ പൂർണ്ണ ജ്ഞാനമില്ല. അതുകൊണ്ട് അതിനെ പിന്നെ തിത്തിരി പക്ഷികൾ, ഏതോ പക്ഷികളെടുത്ത് കൊത്തിപ്പാടി നടക്കാൻ തുടങ്ങി. അങ്ങനെ അതിനാണ് കൃഷ്ണ യജുർവേദം എന്ന് പറയുന്നത്. അത് പക്ഷികൾ പാടി അടക്കുകയാണ്. അർത്ഥമൊന്നും മനസ്സിലാക്കാതെ പക്ഷികൾ ഇങ്ങനെ പാടി അടക്കാൻ തുടങ്ങി. പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇദ്ദേഹം തന്നെ സ്വയം സൂര്യനെ മുൻനിർത്തി, കാലത്തെ മുൻനിർത്തി എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങേര് തന്നെ, കാരണം ഇങ്ങേര് ഋഗ്വേദം പഠിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ഇങ്ങേർക്ക് ഇയാൾ പഠിപ്പിച്ചതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഇങ്ങേർക്ക് കഴിയും. അതുകൊണ്ട് ഇങ്ങേരതിനെ സ്വയം പഠിച്ചിട്ട് ഗുരുവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഛർദ്ദിച്ച് കാണിച്ചു, ഇതാ പിടിച്ചോ ശുദ്ധമായത്, നിന്റെ ഒന്നും എനിക്ക് ആവശ്യമില്ല, ഇതാ നല്ലതെന്ന് പറയും. അതാണ് ശുക്ല യജുർവേദം. അപ്പൊ യജുർവേദം രണ്ടായി. ഒന്ന് വ്യക്തതയില്ലാത്ത ഗുരു പഠിപ്പിച്ച് വ്യക്തത, അങ്ങേർക്ക് പോലെ ഒരു പിടിയില്ലാതെ ഒരു ഭാര്യയല്ലേ പിടിയുള്ളൂ, അതും കൃഷ്ണ യജുർവേദം. അത് പക്ഷികൾ തൊട്ടിട്ട് കുറേ നാട്ടിൽ
അതും കൊണ്ട് നടന്നിട്ടുണ്ട് പാടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങേര് ഛർദ്ദിച്ചതും പക്ഷികൾ പഠിച്ചു, പക്ഷികൾ പാടാൻ തുടങ്ങി. അതും അതേമാതിരി ഉരുവിട്ട് പാടി അടക്കിയാണ്. കാരണം അതോടുകൂടി ഇതെല്ലാം ഉരുവിടുന്ന അവസ്ഥയിലേക്ക് മാറി, അർത്ഥാർക്കും പിടികിട്ടാത്ത അവസ്ഥയിലേക്ക്. അങ്ങനെ പാടി നടക്കുന്നതാണ് ശുക്ല യജുർവേദം. അങ്ങനെ നാട്ടിൽ 2 യജുർവേദമുണ്ടായി. കുറേ പക്ഷികൾ മറ്റേതും കൊണ്ടുപോയി, കുറേ പക്ഷികൾ ഇതും കൊണ്ട് പാടി നടക്കാൻ തുടങ്ങി. അപ്പോൾ കൃഷ്ണ എന്ന് പറയുമ്പോൾ കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചന്ദ്രൻ ബലം കുറഞ്ഞു വരും. കാലം കഴിയുമ്പോൾ അത് നശിച്ചില്ലാതെ കർത്തവാകുമാതിരിയായി മാറും. ശുക്ല യജുർവേദം എന്നാൽ ശുക്ലപക്ഷമാണ്. ചന്ദ്രൻ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൂടി വന്ന് പൂർണ്ണചന്ദ്രനാകും. അതാണ് ശുക്ല യജുർവേദം. അതാണ് നിലനിൽക്കുകയുള്ളൂ. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നാട്ടിൽ ഏത് പുസ്തകം എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏതാണ് എടുക്കേണ്ടത്? മറ്റേതാണ് ആധികാരികമായത്. വേദവ്യാസം കൊടുത്ത ആള് ഛർദ്ദിച്ചതാണ് കൃഷ്ണയജുർവേദം. പക്ഷേ കൃഷ്ണയജുർവേദത്തിന് 85 ശാഖകൾ ഉണ്ടായിരുന്നു. വിവർത്തന രൂപത്തിൽ പല ശാഖകളായിട്ട് പഠിച്ചു പോയിട്ട് ആദ്യം അതാണ് ഉപയോഗിച്ചത്. കാരണം ഇവൻ പിന്നെ എന്തായാലും ഒരു മത്സരം ഉണ്ടാവുമല്ലോ. പക്ഷെ അവസാനം 3 വെച്ചിട്ട് ബാക്കിയെല്ലാം നശിച്ചു പോയി. പിന്നെ ആകെ 3 ആയിരുന്നു. തൈത്തിരീയ ശാഖ, മൈത്രായണീയ ശാഖ, കഥാശാഖ. പിന്നെ വേറൊന്നുണ്ട്, അതിൻ്റെ പിന്നെ സൂക്തങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അതിനെ കണക്കിലെടുക്കുന്നില്ല. അങ്ങനെ 3 ശാഖകൾ ഉണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തെ 2 ശാഖകൾ ഈ ദക്ഷിണേന്ത്യയിലെല്ലാണ് പ്രചാരത്തിലുണ്ടായിരുന്നത്. 3-മത്തേത് നേപ്പാളിലുമായിരുന്നു. ഇതധികവും ഗദ്യരൂപമാണ്. ഇതില് ദക്ഷിണേന്ത്യയില്, പശ്ചിമേഷ്യയില്, കാശ്മീരില്, വടക്കേന്ത്യയിൽ ഇങ്ങനെയുള്ള ചില സ്ഥലത്തെല്ലാം ഇതെല്ലാം ഉണ്ട്. ഈ ഗ്രന്ഥങ്ങളെല്ലാം പണ്ട് ബ്രിട്ടീഷുകാർ ഭരണകാലത്താണ് പഠിച്ചതെല്ലാം. നമ്മളെ ആൾക്കാർ എവിടെയെല്ലാം ഉണ്ട്, എന്തെല്ലാം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വിദേശികൾ വന്നപ്പോൾ അവർ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ AB കീർത്തിൻ്റെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. തൈത്തിരീയ സംഹിതയുടെ വിവർത്തനം, വ്യാഖ്യാനം എല്ലാം കൂടിയ ഗ്രന്ഥമാണ്. ശരിയായ ഒറിജിനൽ ഗ്രന്ഥമല്ല. അതപ്പോൾ എവിടെയല്ലോ ആയിട്ട് അതും 85 ശാഖകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഓരോ താവഴിയിലൂടെയും പല വഴികളിലേക്ക് പോകുമ്പോൾ അവരവരുടേതായ വ്യാഖ്യാനങ്ങൾ വരുത്തിയ ഒറിജിനലൊന്നുമല്ല. ആദ്യം പക്ഷി ഛർദ്ദിച്ചത് തന്നെ ആരെല്ലോ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയതാണ്. അത് ഒറിജിനൽ കൊത്തിക്കൊണ്ടുപോകുമ്പോൾ ഓരോ ഭാഗമെല്ലാം കൊത്തിക്കൊണ്ടുപോകും. അങ്ങനെ ശുദ്ധമായ രൂപത്തിലല്ലാതെ ഉള്ളത്. അതുകൊണ്ട് അതിനെ ശരിയാക്കി എടുക്കുക എന്നെല്ലാം പറഞ്ഞാൽ പക്ഷികൾ ഏതാ കൊത്തുക? പക്ഷികൾ ഓരോ ഭാഗത്തുനിന്ന് ഓരോന്ന് കൊത്തിക്കൊണ്ടുപോകും. അങ്ങനെ 85 ശാഖകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിൽ അവശേഷിച്ചതാണ് ഈ 3. അത് തന്നെ വിവർത്തനം ചെയ്തത് ഈ ബ്രിട്ടീഷുകാരാണ്. അതിൻ്റെ ശേഷം പിൽക്കാലത്ത് ഇതെല്ലാം സംഘടിപ്പിച്ചിട്ട് ആരിലോ എവിടെയല്ലോ എഴുതി വെച്ചിട്ടുണ്ടാവും. ചെറിയ അത് വ്യാഖ്യാനങ്ങളെല്ലായിട്ടെല്ലാം പിന്നെ വരുന്നത്. അപ്പം ശരിയായ ഗ്രന്ഥം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ആ അന്നത്തെ പക്ഷികളെ കണ്ടെത്തിയിട്ട് അവരോട് ചോദിക്കണം. ഇനി ശുക്ലയജുർവേദം അതും പക്ഷികൾ തന്നെയാണ് കൊത്തിക്കൊണ്ടുപോയത്. പക്ഷി മുഴുവനൊന്നും കൊത്തിക്കൊണ്ടുപോകില്ലല്ലോ, കുറച്ചല്ലേ കൊത്തിക്കൊണ്ടുപോകും. അപ്പോൾ ഓരോ ഭാഗത്ത് അതിന് ശാഖകൾ ഉണ്ടായി. അതിന് ഏകദേശം 16 ശാഖകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത് കുറച്ചുകൂടി ഈ കൃഷ്ണ യജുർവേദത്തിൻ്റെ പ്രത്യേകത, അതിലൊരു ക്രമീകരണവും ഇല്ല, വ്യാഖ്യാനമൊന്നും വ്യക്തമല്ല. അത് ഒന്നും വ്യക്തമല്ല ഇതിനകത്തുള്ള കാര്യങ്ങൾ.
അതുകൊണ്ട് വ്യാഖ്യാതാക്കൾ അവരവരുടെ ഇഷ്ടത്തിലുള്ള മാതിരി വ്യാഖ്യാനിച്ചിട്ടെല്ലാം കൊണ്ടുപോയി. അതും അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളതല്ല. അപ്പോഴേക്ക് അർത്ഥമെല്ലാം നശിപ്പിച്ചു. പിന്നെ പാട്ടുരൂപത്തിലുള്ളതാണ്. അപ്പോൾ പാട്ടുരൂപത്തിൽ അവരവരുടെ വ്യാഖ്യാനം വെച്ചിട്ട് 5 ശാഖകളായിട്ട് നാട് കറഞ്ഞും പോയി. അതിന് ബാക്കിയായത് 3 അത് തന്നെ ആ ഇംഗ്ലീഷുകാരുടെ കാലത്താണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അത് 3 സ്ഥലത്താണ്. അപ്പോൾ ഇംഗ്ലീഷുകാരെ കണ്ടിട്ട് എന്തെല്ലാം വായിക്കും ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്നെല്ലാം കൂട്ടി ഉണ്ടാക്കിയ വല്ല ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് തന്നെ, വേറെ ഒന്നും ഇല്ല. അപ്പോൾ ഒറിജിനൽ അതിന് അത്ര കാര്യത്തിൽ എടുക്കണ്ട. പക്ഷേ ശുക്ല യജുർവേദം ഒരടുക്കും ചിട്ടയും എല്ലാം കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയാലും അതിനെന്തുണ്ട്, കുറേയെല്ലാം സാമ്യതയുണ്ട്. വലിയ വ്യത്യാസങ്ങളൊന്നും, അത് ഏതാണ്ട് സമാനമാണ്. ആ 18-ലെ 2 മാത്രമേ പുനഃപരിശോധനകളായിട്ട് വന്നിട്ടുള്ളൂ. അതായത് വിവർത്തനമായി അല്ലെങ്കിൽ പിന്നെ പ്രസിദ്ധീകരിച്ചത് 2 മാത്രമാണ്. പക്ഷെ അതും ഏകദേശം ഒരേപോലെയാണ്. കാരണം ആശയക്കുഴപ്പമില്ല. അതുകൊണ്ട് അവയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പം ശുക്ല യജുർവേദം അതുകൊണ്ട് എന്ത് ചെയ്യും, നിലനിൽക്കും. അപ്പം നമ്മൾ ഇന്ന് കിട്ടുന്നതിൽ ഏതായിരിക്കും ഉണ്ടാവുക? എഴുതുന്ന വ്യക്തികൾ പഴയത് തപ്പിയെടുത്ത് അതിൻ്റെ അതുകൂടെ ചേർത്തെങ്കിൽ ആകെ കുഴയും. പക്ഷേ ശുക്ല യജുർവേദമാണ് എടുക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ജ്ഞാനം തികഞ്ഞ വ്യക്തി യാജ്ഞവൽക്യനായതുകൊണ്ട് ശുക്ല യജുർവേദമാണ് ഉള്ളത്. അത് 40 അധ്യായങ്ങളായിട്ട് 2 തരത്തിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ് 16 ശാഖകളുണ്ട്. അതിനകത്ത് 2 ബാക്കിയുള്ളൂ. അതായത് പലവരായിട്ട് പല വഴിക്ക് പക്ഷികൾ കൊത്തി പാടി നടക്കാൻ തുടങ്ങി. പാടലാണ്, അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല. അർത്ഥം ആർക്കെ അറിയും? യാജ്ഞവൽക്യനെ അറിയും. അപ്പോൾ 16-ൽ പിന്നെ 2 ശേഷിച്ചു. അത് 2 തമ്മിലും വലിയ വ്യത്യാസമില്ല. എങ്ങനെയാണുള്ളത്? 2-ലും 40 അധ്യായം തന്നെയാണ്. 1-ൽ 1975 മന്ത്രങ്ങളാണ് ഉള്ളതെങ്കിൽ 2-മത്തേതിൽ 2086. ഒരു 100ന്റെ കഷ്ടിച്ച് 100ന്റെ മന്ത്രങ്ങളിലുള്ള വ്യത്യാസം മാത്രമേ ഏതിലുള്ളൂ? ഈ 2 പുനഃപരിശോധനകളിൽ. നമ്മളിന്ന് ഉപയോഗിക്കുന്നതിലും ഏകദേശം സമാനമായത് ലഭിക്കുന്നുണ്ട്. അത് തന്നെ ആയിട്ട് അങ്ങ് എടുത്തേച്ചാൽ മതി, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇതിലേതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഒരു രക്ഷയില്ല. പക്ഷേ അതൊരു ചെറിയ മിസ്റ്റേക്കാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം എടുത്തിരിക്കുന്നത് ഏതിൽ നിന്നെല്ലാണ്? മറ്റേ ഉപനിഷത്തിൽ നിന്നെല്ലാമാണ് എടുത്തു മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ഏകദേശം 40 അധ്യായം തന്നെ. അതിൽ സംശയമൊന്നുമില്ല. അധ്യായത്തിലൊന്നും ആർക്കും പ്രശ്നം വരില്ല. ഈ മന്ത്രങ്ങൾ വരുമ്പോഴാണ്. പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയല്ലേ, അതിന് തോന്നിയാലും കൊത്തിക്കൊണ്ടുപോയി. പക്ഷേ ഇതിൽ ഒരു എല്ലാം ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് ശുക്ല യജുർവേദം വ്യത്യാസം ഏതാണ്ട് സമാനമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ട ആധികാരികമായിട്ട് അധികാരപ്പെടുത്ത വേദവ്യാസം മറ്റവൻ ഗുരുവിനാണെങ്കിലും അദ്ദേഹത്തിനൊരു യുക്കം അറിയില്ല എന്ന് അങ്ങേരെ തന്നെ പിൻവാങ്ങിയ പാർട്ടിയാണ്. പക്ഷേ യാജ്ഞവൽക്യൻ അവിടെ തെളിയിച്ചു. അപ്പോൾ യാജ്ഞവൽക്യൻ്റെ തന്നെയാണ് ശുക്ല യജുർവേദം തന്നെയാണ് എടുക്കേണ്ടത്. അതിന് 16 ശാഖകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും 2 ബാക്കിയായിട്ടുണ്ട്. ആ 2 ഏകദേശം സമാനമായതുകൊണ്ട് 40 അധ്യായങ്ങളിൽ 1975 ഒന്നിലുണ്ട്, 2086 മറ്റേലുണ്ട്. ഇത് ഏതെടുത്താലും കുഴപ്പമില്ല. ഏകദേശം എല്ലാം ശരിയായ യജുർവേദമാണ്. ഇനി ഇതെല്ലാം മധ്യപ്രദേശ്, ഇന്ത്യയിലെല്ലാം തന്നെയാണ്. കേരളത്തിൽ, കർണാടകത്തിലെല്ലായിട്ടാണ് ഈ ശാഖകൾ ഇങ്ങനെ പറന്നു കിടക്കുന്നത്. പക്ഷേ അതും ഒരു ഗ്രന്ഥമായിട്ടല്ല, പക്ഷികൾ കൊത്തിക്കൊണ്ടുവന്നതാണ്. അല്ലാതെ അടിസ്ഥാന കയ്യെഴുത്ത് പ്രതി പിന്നെ പക്ഷികൾ എഴുതാൻ അറിയുന്ന പക്ഷികളാണോന്നും എനിക്കറിയില്ല. ആ കയ്യെഴുത്ത് പ്രതിയാണോന്നൊന്നും അറിയില്ല. കാരണം കാലം കുറേ കഴിഞ്ഞല്ലേ. പക്ഷെ എന്നാൽ ആശയം സെയിമായതുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ അങ്ങനെ തെറ്റായിട്ടൊന്നും കാണണ്ട. ഈ കാണുന്നതിലുള്ളത് തന്നെയാണ് യഥാർത്ഥ യജുർവേദം. ഇത് ഈ 2 എടുത്താലും 2 ശേഷിച്ചതിൽ 2 എടുത്താലും അതും ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട്
ജൂലിയസ് ഏംഗൽസ് മറ്റോ പേരായ ഒരാളാണ് ആദ്യമായിട്ട് അതിനെ ഒരു വിവർത്തനം ചെയ്തിട്ട് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അന്ന് തന്നെ ഇതെല്ലാം എടുത്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ പാടിക്കൊണ്ട് നടക്കുകയും ചെയ്തു. ഓരോ ഭാഗങ്ങൾ ഓരോ നാട്ടിൽ ഓരോ പക്ഷികൾ ഓരോ രൂപത്തിൽ പാടി നടന്നു. പക്ഷേ കുഴപ്പമില്ല, ശുക്ലയജുർവേദത്തിന് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. 1975 ആയാലും വേണ്ടിയില്ല മന്ത്രങ്ങൾ, 2086 ആയാലും വേണ്ടിയില്ല, ഏതൊക്കെ ഒന്നെടുത്താലും മതി. ഇനി ഇതിലുള്ള കാര്യങ്ങളാണ് പ്രധാനം. ഇതിലെന്താണ്, മറ്റേലൊരു ക്രമമില്ലാതെ വായിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അതിനെപ്പറ്റി അധികം പറയുന്നില്ല. ഇതിൽ അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇതിൽ വരുന്ന വിഷയങ്ങളാണ്. അഗ്നി ഉപയോഗിച്ചിട്ട് തന്നെയാണ് എല്ലാ ലോകത്തിൽ നടക്കുന്ന നമ്മുടെ എല്ലാ കർമ്മങ്ങളും അഗ്നി ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് അഗ്നിഹോത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോമയാഗം എന്ന് പറയുന്നത് സോമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് യാഗം ചെയ്യേണ്ടത്. ഉപയോഗിക്കുന്ന ഇൻപുട്സിനാണ് സോമം എന്ന് പറയുന്നത്. ഏതൊരു കർമ്മത്തിനും ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് സോമം എന്ന് പറയുന്നത്. ഇൻപുട്സ് അത് ഉപയോഗിച്ചിട്ട് ഊർജത്തിൻ്റെ സഹായത്താലാണ് വേറൊന്നാക്കി മാറ്റുന്നത്. നമ്മളിതുവരെ പാടി നടക്കുകയാണ് എന്ന അർത്ഥവും മനസ്സിൽ വെച്ചുകൊള്ളണം. എന്നിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ. പിന്നെ വാജ്പേയം എന്ന് പറഞ്ഞാൽ രാജാവുമായിട്ട് ബന്ധപ്പെട്ട രാജാവാണല്ലോ എല്ലാ കാര്യങ്ങളും ലോകത്തിൽ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ രാജഭരണമെല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, രാജാവിനുണ്ടാകുന്ന ഗുണഗണങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ യജുർവേദത്തെ കാണാൻ പോവുകയാണ്. ഈ പറയുന്ന ഗ്രന്ഥങ്ങളിൽ ഇതെല്ലാം കാണും. അഗ്നിയെ പറ്റിയുള്ള വർണ്ണനകൾ കാണും, സോമത്തെ പറ്റിയുള്ള വർണ്ണനകൾ കാണും, രാജാവുമായിട്ട് രാജാവിനുണ്ടാകേണ്ട ഗുണഗണങ്ങളെല്ലാം പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് കാണും. പിന്നെ അഗ്നിക്കായന എന്ന് പറയുന്നത് അത് അടുപ്പുകളെ പറ്റി, ഫർണസുകളെ പറ്റി എല്ലാം ഉള്ള വിവരണമാണ്. അടുപ്പുകൾ എങ്ങനെ ഉണ്ടാക്കണം, അതായത് അഗ്നി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുക. അഗ്നി ഉപയോഗിച്ചിട്ട് യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അതിനു വേണ്ട അഗ്നി ജ്വലിപ്പിക്കേണ്ട സ്ഥലം എങ്ങനെയാണ് സജ്ജീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഋഗ്വേദത്തിൽ നിങ്ങൾ കാണും. റോക്കറ്റിലെ അഗ്നി കത്തിച്ചിട്ട് ആ ബലത്തിലാണ്, പക്ഷേ എത്ര ചൂടുണ്ടാവുന്നെന്നെല്ലാം ഊഹിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ആ സ്ഥലങ്ങൾ എങ്ങനെയുള്ള മെറ്റീരിയൽ, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഋഗ്വേദത്തിൽ നിങ്ങൾ കാണും. ഋഗ്വേദ ക്ലാസ്സിലൂടെ പോകുമ്പോൾ നിങ്ങളത് കാണും. പിന്നെ സൽത്രാമണി, സോമത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ട വിധമാണ്. സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ, സോമം എന്ന് പറഞ്ഞാൽ ഇൻപുട്സാണ്. ഇപ്പോൾ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, നമ്മൾ ചോറ് വെക്കുകയാണെങ്കിൽ അരിയും വെള്ളമെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് നമുക്കറിയാമല്ലോ. ചോറ് വെക്കുമ്പോൾ അരി എന്തായിരിക്കണം, അരി നല്ലോണം ക്ലീനാക്കണം, വെള്ളം ഇന്ന ശുദ്ധകരമായ വെള്ളമായിരിക്കണം. ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ട രീതികൾ ആ അർത്ഥത്തിൽ വേണം. അല്ലാതെ സോമം കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ വേറെ ഏതെങ്കിലും തരത്തിലെല്ലാം പറയും, അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണ സഹിതം പറയുമെങ്കിലും അതിലൂടെ ആശയങ്ങൾ നമ്മൾ ആധുനിക സയൻസിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രത്തിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരണം. അവിടെ നമുക്കറിയുന്ന തരത്തിൽ ഇപ്പം ഞാനിവിടെ എപ്പോഴും ചോറ് വെക്കുന്ന കാര്യം പറയുന്നത് എന്താണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അതേസമയം വലിയൊരു IC ചിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തായിരിക്കണം. ഇവിടെ ഞാൻ അരി നല്ല ശുദ്ധിയാണെന്ന് പറഞ്ഞാൽ അവിടെ IC ഉണ്ടാക്കുന്നവർ അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം അത്രയും പ്യൂരിഫൈ ചെയ്തിട്ട് എടുക്കണം. അതേ അതിൻ്റെ അർത്ഥമുള്ളൂ. ആ അർത്ഥത്തിൽ വേണം നമ്മളെ വ്യാഖ്യാനിച്ചെടുക്കാൻ. നമുക്കറിയുന്ന ഭാഷയിലേ പറഞ്ഞു തരും. അവർക്ക് പറയാനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ആ വാക്കിൽ ചില യാഗങ്ങളെ മാതിരി എല്ലാവരും പറയും. ഇവിടെ മനസ്സിലാക്കുന്നത് ശരിക്ക് അർത്ഥം വെച്ച് മനസ്സിലായിക്കോളും, ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നെ അശ്വമേധം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട്, മറ്റുള്ള ദേശങ്ങളെ കൈയടക്കുക തന്നെയാണ് അശ്വമേധം കൊണ്ട് രാജാക്കന്മാർ ചെയ്തിരുന്നത്. അശ്വമേധയാഗം, മറ്റുള്ള ദേശങ്ങളെ കൈയടക്കുക.
അപ്പം നെപ്പോളിയനോ മറ്റോ, നെപ്പോളിയനാണോ എന്ന് എനിക്ക് പേര് മാറിപ്പോയോ എന്നറിയില്ല, അന്ന് വിഷമിച്ചിരുന്നു. ഭൂമിയിൽ മുഴുവൻ ഞാനിപ്പം പിടിച്ചടക്കും, ഇനിയിപ്പോൾ എവിടെ പിടിച്ചടക്കണം എന്ന് ആലോചിച്ചിട്ട് വരെ ചാന്ദ്രനിലാറ്റം പിടിക്കണമെന്നില്ല. അപ്പോൾ മനുഷ്യരിന്ന് ഭൂമിയിൽ എല്ലാം പിടിച്ചടക്കിയതിൻ്റെ ശേഷം രാജാക്കന്മാരുടെ ശ്രദ്ധ എവിടത്തേക്കാണ്? ബഹിരാകാശം പിടിച്ചെടുക്കുക. അപ്പം അശ്വമേധയാഗെന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ രാജ്യങ്ങൾ കീഴടക്കി പോവുകയാണ്. അത് ഭൂമിയിലെ ചീള് കേസ്. മനുഷ്യന്റെ ഏറ്റവും വലിയ അശ്വമേധയാഗം എന്തായിരിക്കണം? രാജാവിൻ്റെത് ബഹിരാകാശം കീഴടക്കുക, അവിടത്തേക്ക് പോകുക, അവിടെ രക്ഷപ്പെടുക. എങ്കിലും മാത്രമേ പ്രളയ സമയം ഇവിടുന്നെല്ലാം തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ബഹിരാകാശ വാഹനങ്ങളെ അടക്കം ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അശ്വമേധയാഗത്തിൽ പറയാൻ പോകുന്നത്. നമ്മളതും യജുർവേദത്തിലൂടെ കാണും. ഇപ്പോഴുള്ള യജുർവേദ ക്ലാസ്സിലൂടെ നമ്മൾ അത്തരം വിഷയങ്ങളിലൂടെ എല്ലാം കടന്നു പോകും. റോക്കറ്റ് ഉണ്ടാക്കേണ്ട കാര്യത്തിലേക്ക് വരും. റോക്കറ്റിനെ എങ്ങനെ കട്ട് ചെയ്യണം, ഏത് തരത്തിൽ അത് ഉണ്ടാക്കിയെടുക്കണം എന്നെല്ലാം നമ്മളവിടെ കാണും. പിന്നെയോ പുരുഷമേധം. പുരുഷമേധത്തിന് പ്രപഞ്ചത്തിൻ്റെ ഘടനകളെ പറ്റിയാണ് വിവരിച്ചത്. പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ട, പ്രപഞ്ച സൃഷ്ടി രഹസ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് കോൺകർ ചെയ്യാൻ എന്തെല്ലാം ഉണ്ട്? ബഹിരാകാശത്തിൽ കുറേ സ്ഥലങ്ങളെല്ലാം ഉണ്ട്. പ്രപഞ്ചഘടന മനസ്സിലാക്കിയാലല്ലേ നമുക്ക് അവിടെയെല്ലാം പോകാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു നാട്ടിലേക്ക് പോകണം, ആ നാടിനെ പറ്റി അറിഞ്ഞാലല്ലേ നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ശരി ഇപ്രാവശ്യം ടൂർ പോയി കളയാം, കടലിൽ ഏതോ എത്തുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെല്ലുമോ? അങ്ങോട്ടേക്ക് പോവില്ല. സിംഗപ്പൂരിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾ പോകും, മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾ പോകും. എല്ലാം ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, എവിടത്തേക്ക് അത് പറയാൻ പറ്റില്ല. അതിനിപ്പോൾ എത്തുന്നതനുസരിച്ച് അത് പറഞ്ഞാൽ പറ്റുമോ? അതുപോലെ ബഹിരാകാശത്ത് പോകണമെങ്കിൽ ആരാ ഘടനയെല്ലാം ഏകദേശം പറഞ്ഞു തരണം, പ്രപഞ്ചഘടനേൻ്റെ രഹസ്യമെല്ലാം കുറച്ച് പറഞ്ഞു തരണം. അതും ഇതിൻ്റെ അകത്ത് കാണും, യജുർവേദത്തിൽ കാണും. ഇതെല്ലാം ആ കക്ഷി എങ്ങനെ നോക്കാനാണ്? വൈശമ്പായനാണല്ലോ വേദവ്യാസം കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് അതൊന്നും അത്ര വ്യക്തമായി കാരണം ഇത്രയും വലിയ വിഷയങ്ങളെല്ലാം അതിനകത്ത് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ, ഒരു മൂന്നാം തലമുറയിലേക്കെല്ലാം കടക്കുമ്പോൾ, രണ്ടോ മൂന്നോ തലമുറയിലേക്കെല്ലാം കടക്കുമ്പോൾ, ഇതല്ല രണ്ടാം തലമുറയിൽ എന്ന് പറഞ്ഞാൽ വേദവ്യാസം നേരിട്ട് കൊടുത്തതാണ്. അദ്ദേഹത്തിനും വേദവ്യാസൻ്റെ കൈമിൽ എത്തിയത് എപ്പോഴാണ്? എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്. കാരണം എല്ലാം എഴുതി കൂട്ടി വെക്കുകയായിരുന്നു. പിന്നെയാണ് അദ്ദേഹം രസിച്ച്, എന്നിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇങ്ങനെ പഠിപ്പിക്കാനൊന്നും അങ്ങേർക്ക് നേരമൊന്നും എന്താ കൊടുത്തോന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ശിഷ്യനങ്ങ് കൊടുത്തു. അപ്പം എല്ലാം ഒന്നും പറഞ്ഞു കൊടുക്കാനൊന്നും സമയമൊന്നും കിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇത്രയും വലിയ വിഷയങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ്. അപ്പോൾ ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പുരുഷ മേധം എന്നതിൽ പറഞ്ഞിരിക്കുന്നു. പിന്നെ സർവമേധം, അത് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം. യാത്രകൾ ചെയ്യേണ്ടി വരുമല്ലോ. ഇപ്പോൾ അശ്വമേധയാഗം നടത്തണമെങ്കിൽ തന്നെ എല്ലായിടത്തും പോകണ്ടേ, വേറെ ദേശങ്ങളിൽ പോയി പിടിക്കണ്ടേ, അതിനെപ്പറ്റിയുള്ള വിവരണം എല്ലാം വേണ്ടി. ഇനിയിപ്പോൾ ബഹിരാകാശത്തേക്ക് പോവുകയാണെങ്കിൽ അതിന് വേണ്ട തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെ പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സാർവമേധത്തിൽ പറയുന്നത്. ഇനി പിതൃയജ്ഞം. പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ പിതൃക്കളെ, പൂർവികന്മാരുടെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം. കാരണം മനുഷ്യൻ്റെ പൂർവികരായ ആൾക്കാരുടെ ശ്രമഫലമായിട്ടാണ് നമ്മൾ ഇന്നത്തെ നിലയിൽ പുരോഗമിച്ച് നിൽക്കുന്നതിന് കാരണം നമ്മുടെ മുന്നിൽ എത്രയോ ആൾക്കാർ ത്യാഗമുണ്ട്. അതിൽ ഋഷികളുടെ ത്യാഗമുണ്ട്, ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനയുണ്ട്, ന്യൂട്ടനെ പോലെയുള്ളവരുടെ എല്ലാം സംഭാവനയോടുകൂടിയാണ് നമ്മളിന്ന് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പം നമ്മളതെല്ലാം ഓർക്കണം.
കാരണം ഇതൊരു മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ അവസാന ഘട്ടത്തിലാണ് ഇതെല്ലാം പ്രയോഗിക്കാൻ പറ്റുക. മനുഷ്യൻ പുരോഗമിച്ച് അങ്ങ് എത്തുമ്പോഴേ അത് സാധിക്കുകയുള്ളൂ. എന്നിട്ട് പിന്നെയുള്ളത് പ്രവർഗ്യയിൽ ഇവയിലൂടെയെല്ലാം നമുക്ക് എന്താണ് കിട്ടുന്നത്? എല്ലാ ഐശ്വര്യങ്ങളും കിട്ടും, സൗഭാഗ്യം കിട്ടും. കിട്ടുന്ന സൗഭാഗ്യത്തെ പറ്റിയുള്ള വിവരണങ്ങളാണ് അതിലുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഋഗ്വേദത്തിലൂടെ കാണും. ആ ഋഗ്വേദ ക്ലാസ്സിലൂടെ ഇത്തരം സൂക്തങ്ങളിലേക്കെല്ലാം നമ്മൾ വരും, അവസാനം കുറേ അങ്ങോട്ട് എത്തുമ്പോൾ. ഇത്രയുമാണ്. അപ്പം യഥാർത്ഥത്തിൽ ആ ഗ്രന്ഥങ്ങളെല്ലാം പക്ഷേ ഋഗ്വേദം അങ്ങനെയല്ല. ഋഗ്വേദം അത് ഒറ്റൊന്നും സ്പ്ലിറ്റായി പോയിട്ടില്ല. സ്പ്ലിറ്റായി പോകുമ്പം തന്നെ മനുഷ്യർ രണ്ട് തരംതിരിവായി അവരുടെ ഇടയ്ക്ക് മത്സര ബുദ്ധികൾ വരും. അതുകൊണ്ട് കൃഷ്ണ യജുർവേദം അതാണ് ആദ്യം ഉണ്ടായതെങ്കിലും അത് നശിച്ചുപോയാൽ എന്തെല്ലാം കുറച്ച് എടുത്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ശുദ്ധമായത് ശുക്ല യജുർവേദമാണ്, അതാണ് സ്വീകരിക്കേണ്ടത്. പക്ഷെ അതും പക്ഷികൾ, കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഋഗ്വേദം ആരും വായിച്ചു ഉരുപിടിയല്ലാതെ ആരും ചെയ്യുന്നില്ല. യജുർവേദമാണെങ്കിൽ ഈ അവസ്ഥയിലായി, പക്ഷെ അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അത് അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യം തന്നെ സ്പ്ലിറ്റായിപ്പോയി. അതെടുക്കണം ഇതെടുക്കണം എന്നുള്ള അവർ തമ്മിൽ മത്സരം എല്ലാമായി. പിന്നെ ശുക്ല യജുർവേദമാണ് നല്ലതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഏകദേശം നമുക്ക് നമ്മളുടെ കൈമിൽ ഇന്നുള്ളതും ശുക്ല യജുർവേദത്തിൻ്റെ രീതി തന്നെയാണ്. അത് രണ്ടായിട്ടാണ് 16 ശാഖകളുണ്ടെങ്കിൽ 2 കിട്ടിയതും ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് അതിൽ വലിയ വ്യത്യാസമൊന്നും ചിന്തിക്കേണ്ട. ഇത് അതേമാതിരി അങ്ങ് എടുത്ത് പോയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ എല്ലാം ചേരി വരും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മനസ്സിലാക്കാൻ പ്രയാസമായി തീരും. ഇതാവുമ്പോഴാണ് നല്ലത്.